ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പേഴ്സ് ആണ് നമ്മൾ പ്രയോറിറ്റി ഓർഡർ കൊടുക്കുന്നത് അല്ലേ. There are 3 steps. There are 3 steps for assigning priority. For assigning EZ configuration. നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം ഒരു കാർബണിനെ കൺസിഡർ ചെയ്യണം. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കണം. എന്നിട്ട് അതിന് പ്രയോറിറ്റി കൊടുക്കണം അല്ലെ. 1 ഈ കാർബണിന്റെ ആണെങ്കിൽ 1 2 കൊടുക്കണം, 1 2 കൊടുക്കണം. ആ 1 2 കൊടുക്കുന്നത് അറ്റോമിക് നമ്പർ ഹയർ ആയിട്ടുള്ള ആറ്റത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. അടുത്തതിന് നമ്പർ 2 എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണ് കൊടുക്കുന്നത്. സോ അത് നമ്മൾ ഈ കാർബണിനെ കൺസിഡർ ചെയ്തു. ഈ കാർബണിനെ കൺസിഡർ ചെയ്താൽ ദർ ഇസ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ. സോ അറ്റോമിക് നമ്പറിന്റെ ബേസിസിൽ ഏതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്? 1 ഏതാണ്, 2 ഏതാണ്? നമുക്ക് അറ്റോമിക് നമ്പർ അറിയില്ലെങ്കിലും ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എല്ലാം ഹാലജൻസ് ആണല്ലോ. ആ ഹാലജന്റെ ഓർഡർ നമുക്കറിയില്ലേ? ആ 17th ഗ്രൂപ്പില് ഓർഡർ, അതായത് ഗ്രൂപ്പിലെ ഓർഡർ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് വരുന്നത്. അറ്റോമിക് നമ്പറിന്റെ കറക്റ്റ് വാല്യൂ അറിയില്ലെങ്കിലും നമുക്ക് ഈ ഓർഡർ അറിയെങ്കിൽ ഇത് ഇ ആണോ സെഡ് ആണോ എന്ന് വേഗം കണ്ടുപിടിക്കാം. സോ ഫ്ലൂറിൻ ആണോ ക്ലോറിൻ ആണോ ഹയസ്റ്റ് പ്രയോറിറ്റി? ക്ലോറിൻ. ക്ലോറിൻ ആണ്. ക്ലോറിന് 1 എന്ന് കിട്ടുന്നു, ഫ്ലൂറിന് പ്രയോറിറ്റി നമ്പർ 2. അങ്ങനെ ഈ കാർബണിന്റെ കേസ് കഴിഞ്ഞു. ഇനി അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് ഈ കാർബൺ ആണ്. ആ കാർബണിന്റെ സബ്സ്റ്റിറ്റ്യൂവൻസ് അയഡിനും ബ്രോമിനുമാണ്. വിച്ച് വൺ വിൽ ഗെറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി? ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അയഡിൻ ആണോ ബ്രോമിൻ ആണോ ഹയസ്റ്റ് പ്രയോറിറ്റി വരിക? അയഡിൻ. യെസ്, അയഡിൻ ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നാണ്. സോ അയഡിൻ വിൽ ഗെറ്റ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഈ ഒരു കാർബൺ കൺസിഡർ ചെയ്താൽ ക്ലോറിൻ ആണ് 1, ഫ്ലൂറിന് നമ്പർ 2, പ്രയോറിറ്റി നമ്പർ 2. ഈ കാർബൺ കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ അയഡിൻ, സെക്കൻഡ് പ്രയോറിറ്റി ഫോർ ബ്രോമിൻ. നമ്മൾ പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ആ പ്രയോറിറ്റി ഓർഡറിനെ ഒന്ന് കമ്പയർ ചെയ്യാം. ഡബിൾ ബോണ്ട് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പ്രയോറിറ്റി ഓർഡർ അത് കമ്പയർ ചെയ്താൽ ഈ 1 ഈ കാർബണിലെ ഹയസ്റ്റ് പ്രയോറിറ്റിയും ഈ കാർബണിലെ ഹയസ്റ്റ് പ്രയോറിറ്റിയും they are on the opposite side. So that configuration will be E ആണോ Z ആണോ? ഇ. ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ? യെസ്. സോ അത് ഈ കോൺഫിഗറേഷൻ ആണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അത് ഈ കോൺഫിഗറേഷൻ ആണ്. ബിക്കോസ് ഹയസ്റ്റ് പ്രയോറിറ്റി നമ്പർ 1 എന്ന് വന്നിരിക്കുന്ന ആ ഗ്രൂപ്പ്സ് they are on the opposite side. Then ഈ സെക്കൻഡ് കോമ്പൗണ്ടിന്റെ കേസിലോ അതേത് കോൺഫിഗറേഷൻ ആണ്? സെഡ്. ആദർശേ, യെസ് ടീച്ചർ. ഇത് ഏത് കോൺഫിഗറേഷൻ ആണോ വരുക? ഇ ആണോ സെഡ് ആണോ?
നമുക്ക് ഓരോ Z. സെറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഓരോ കാർബൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഈ കാർബൺ കൺസിഡർ ചെയ്യുന്നു, ഈ കാർബൺ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഫ്ലൂറിനും ക്ലോറിനും ഉണ്ട് അല്ലെ? Yes. അതിൽ ഹയസ്റ്റ് പ്രയോറിറ്റി, അതായത് പ്രയോറിറ്റി നമ്പർ 1 എവിടെയാണ് വരുന്നത്? ഫ്ലൂറിനും ക്ലോറിനും കമ്പയർ ചെയ്താൽ ഹയസ്റ്റ് പ്രയോറിറ്റി Chlorine. ക്ലോറിനാണ്. കാരണം ക്ലോറിന്റെ അറ്റോമിക് നമ്പർ ആണ് ഫ്ലൂറിനേക്കാൾ കൂടുതൽ. സോ ഇത് 1 ആയിരിക്കും, അത് 2 ആയിരിക്കും. പ്രയോറിറ്റി നമ്പർ 1 ഫോർ ക്ലോറിൻ, 2 ഫോർ ഫ്ലൂറിൻ. ദെൻ ഇനി ഈ കാർബണിനെ കൺസിഡർ ചെയ്യും, ഈ കാർബണിനെ കൺസിഡർ ചെയ്യും. അതിൽ ബ്രോമിനും അയഡിനുമാണ് സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ളത്. അതിൽ ആർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി കിട്ടുക? ബ്രോമിനാണോ അയഡിനാണോ? Iodine. യെസ്, ബിക്കോസ് ബ്രോമിനേക്കാളും അറ്റോമിക് നമ്പർ അയഡിനാണ് കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ അയഡിൻ, സെക്കൻഡ് ഫോർ ബ്രോമിൻ. പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്തു. ഇനി അത് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാ Z ആണെന്ന് പറയുന്നത്? നമ്മൾ പ്രയോറിറ്റി ഓർഡർ കമ്പയർ ചെയ്താൽ നമുക്ക് കാണാം ഫസ്റ്റ് പ്രയോറിറ്റി, ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്ന ഗ്രൂപ്പ്സ്, ദേ ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട് അല്ലെ? 1 ഉം 1 ഉം സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട് ആണ്. സോ ദാറ്റ് കോൺഫിഗറേഷൻ വിൽ ബി Z. This will be Z configuration. ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഇതുപോലെ ഒരു മോളിക്യൂൾ വന്നിട്ട് E ആണോ Z ആണോ എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. സിംപ്ലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ 3 സ്റ്റെപ്പ് ഓർത്ത് വെച്ചാൽ മാത്രം മതി, നമുക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മോളിക്യൂളില് ഓക്കെ ആണല്ലോ. എങ്ങനെയാണ് E കൊടുക്കുന്നത്, എങ്ങനെയാണ് Z കൊടുക്കുന്നത്? ഇനി ഇവിടെ ഞാൻ പറയാതിരുന്ന ഓക്കെ 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 മനസ്സിലൊക്കെ E ആണോ Z ആണോ രണ്ടും പറയണോ, അതോ ഈ ഏതെങ്കിലും ഒന്ന് മതിയോ? Z മനസ്സിലാവാത്തോണ്ടാണോ അത് രണ്ടും പറയണോ? ഓക്കെ, ഇങ്ങനെ ഒരു മോളിക്യൂളിന്റെ Z കോൺഫിഗറേഷൻ അസൈൻ ചെയ്ത് എഴുതാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? Z കോൺഫിഗറേഷൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആയിരിക്കും. പിന്നെ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ആറ്റംസും, ആ ഡബിൾ ബോണ്ടഡ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന 4 ആറ്റംസും ഡിഫറെന്റ് ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ Z കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നമുക്കറിയാം. ഇനി Z കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ നമുക്ക് 3 റൂൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് 3 റൂൾസ്? അസൈൻ പ്രയോറിറ്റി ഓർഡർ, കമ്പയർ പ്രയോറിറ്റി, ദെൻ Z ആണോ E ആണോ എന്ന് കോൺഫിഗറേഷൻ റെപ്രസെന്റ് ചെയ്യാം. ആ 3 സ്റ്റെപ്പാണ് ഉള്ളത്. സോ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നു, അസൈൻ പ്രയോറിറ്റി ഓർഡർ. അതിനുവേണ്ടി ആദ്യത്തെ കാർബണിനെ കൺസിഡർ ചെയ്തു. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസ് ഏതൊക്കെയാണ്? ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റമാണ് ഫ്ലൂറിൻ, പിന്നെ ഒന്ന് ക്ലോറിൻ ആണ്. ഫ്ലൂറിൻ ആറ്റവും ക്ലോറിൻ ആറ്റവും ആണ് ഈ ആദ്യത്തെ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ 2 ആറ്റംസിനാണ് നമ്മൾ പ്രയോറിറ്റി നമ്പർ 1 എന്നും 2 എന്നും കൊടുക്കേണ്ടത്. 1 എന്നും 2 എന്നും കൊടുക്കേണ്ടത്. എങ്ങനെയാണ് 1 എന്നും 2 എന്നും കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അറ്റോമിക് നമ്പർ. ഹയസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ള ആറ്റത്തിന് പ്രയോറിറ്റി 1 എന്നും ലോവസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ള ആറ്റത്തിന് പ്രയോറിറ്റി 2 എന്നും കൊടുക്കുക. മസൂക്കെ
ഇതിൽ ഏതിനാണ് 1ഉം 2ഉം വരുന്നത്? ക്ലോറിൻ ആണോ ഫ്ലൂറിൻ ആണോ? ക്ലോറിൻ ആണ്. യെസ്, ക്ലോറിൻ ആണ് പ്രയോറിറ്റി 1 വരുന്നത്. അതുകൊണ്ട് നമ്മുടെ 1 എന്ന് ക്ലോറിന് കൊടുത്തു, 2 എന്ന് ഫ്ലൂറിന് കൊടുത്തു. അറ്റോമിക് നമ്പർ ഓഫ് ക്ലോറിൻ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഫ്ലൂറിൻ. ഈ ഒരു കാർബണിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് ഈ കാർബണിലാണ്, സെക്കൻഡ് കാർബൺ. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് അയഡിൻ ആണ്, ഒന്ന് ബ്രോമിൻ ആണ്. അവിടെ നമ്മൾ പ്രയോറിറ്റി 1ഉം 2ഉം കൊടുക്കണം. എവിടെയാണ് പ്രയോറിറ്റി 1 വരുന്നത്? അയഡിനാണ് 1 വരുന്നത്, ബ്രോമിന് 2 വരുന്നു. അയഡിന് 1 വരുന്നു, ബ്രോമിന് 2 വരുന്നു. പ്രയോറിറ്റി ഓർഡർ നമ്മൾ അസൈൻ ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു കമ്പയർ പ്രയോറിറ്റി. ഈ പ്രയോറിറ്റി ഒന്ന് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ 1 എന്ന പ്രയോറിറ്റി നമ്പർ 1 എന്ന ആറ്റവും ഇവിടെയുള്ള പ്രയോറിറ്റി നമ്പർ 1 എന്നുള്ള ആറ്റവും they are on the opposite side of the double bond. ഇതാണ് നമ്മുടെ ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആ ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് വരുന്നത്. സോ ദ കോൺഫിഗറേഷൻ ഈസ് ഇ. ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഇ ആണ് കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ മർസൂക്കെ? അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ആദ്യത്തെ കാർബൺ എടുക്കുന്നു, അവിടെയുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു, പ്രയോറിറ്റി ഓർഡർ കൊടുക്കുന്നു. ഓർഡർ കൊടുത്തതിന് ശേഷം സെക്കൻഡ് കാർബൺ കൺസിഡർ ചെയ്യുന്നു, അതിലുള്ള ആറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നു, പ്രയോറിറ്റി ഓർഡർ കൊടുക്കുന്നു. ഇവിടെ ഇപ്പം ഈ സെയിം ആറ്റംസ് തന്നെ ആയതുകൊണ്ട് പ്രയോറിറ്റി ഓർഡറിൽ ചേഞ്ചസ് വരുന്നില്ല. എന്നുവെച്ചാൽ 1 എന്ന് വരുന്നത് ക്ലോറിൻ തന്നെയാണ്, ഇവിടെ 2 എന്ന് വരുന്നത് ഫ്ലൂറിനാണ്, ഇവിടെ 1 എന്ന് വരുന്നത് അയഡിൻ ആണ്, 2 എന്ന് വരുന്നത് ബ്രോമിൻ ആണ്. ഓർഡറിൽ ചേഞ്ച് ഇല്ല. ഇനി എവിടെയാണ് ചേഞ്ച് ഉള്ളത്? ഇവരുടെ പ്രയോറിറ്റി നമ്പർ കമ്പയർ ചെയ്ത് നമുക്ക് കാണാം. പ്രയോറിറ്റി നമ്പർ 1, ഈ കാർബണിലെ പ്രയോറിറ്റി നമ്പർ 1ഉം ഈ കാർബണിലെ പ്രയോറിറ്റി നമ്പർ 1ഉം they are on the same side of the double bond. They are on the same side of the double bond. അല്ലേ? രണ്ടും താഴെ തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒന്ന് താഴെയാണെങ്കിൽ ഒന്ന് മുകളിലായിരുന്നു, ഇവിടെ രണ്ടും താഴെ തന്നെയാണ് ഉള്ളത്. So they are on the same side of the double bond. Therefore, it is Z configuration. It's okay? Okay ആയോ? Okay. ഇതിലെ ബി എന്നുള്ള പോയിന്റ് ആണ് നേരത്തെ നിങ്ങളോട് പറയാതെ വിട്ടത്. കാരണം ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് എ എന്നുള്ള പോയിന്റ് മതിയായിരുന്നു. അറ്റോമിക് നമ്പർ ഹയർ ആണെങ്കിൽ അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള ആ പോയിന്റ് മതിയായിരുന്നു. ഇനി എന്താണ് ബി? വെൻ ആറ്റംസ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു എ ഡബിൾ ബോണ്ട് ഹാവ് ദ സെയിം അറ്റോമിക് നമ്പർ, ദ സെക്കൻഡ് ആറ്റംസ് ആർ കൺസിഡേർഡ്. Priority is given to the group with second atom of higher atomic number. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ഉണ്ടല്ലോ, അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. ഇതിലെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റംസ് ഇല്ലേ, ആ കാർബൺ ആറ്റംസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഉള്ള ആറ്റം, ഈ ഡബിളി ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം ഇവിടെയാണെങ്കിൽ സി ആണ്, ഇവിടെയാണെങ്കിലും സി ആണ്, CH3 കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും സി ആണ്, എവിടെയാണെങ്കിൽ ഹൈഡ്രജൻ ആണ്. എന്താണ് ഈ ഡബിളി ബോണ്ടഡ് കാർബൺ? ഈ ഒരു ഗ്രൂപ്പിൽ CH2OH എന്നുള്ള ഗ്രൂപ്പിൽ ഈ കാർബൺ അറ്റാച്ച് ചെയ്യുന്നത് CH2OHലെ ഈ കാർബണിലേക്കാണ്. CH3 എന്നുള്ള ഗ്രൂപ്പിലെ കാർബണിലേക്കാണ് ഈ കാർബൺ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇവിടെയാണെങ്കിൽ CH2OH എന്നുള്ള
ഗ്രൂപ്പിലെ കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു ഹൈഡ്രജനിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്. അത്രയും മനസ്സിലായല്ലോ? ഏത് ആറ്റത്തിലേക്കാണ് അറ്റാച്ച് ചെയ്യുന്നത്? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഓക്കെ. നമ്മുടെ ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റത്തിലെ ഓരോ കാർബണും ഏത് ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു അങ്ങനെയാണല്ലോ നോക്കുന്നത്. ഇവിടെ ഇപ്പൊ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ആറ്റത്തിലേക്കല്ല, ഒരു ഗ്രൂപ്പിലേക്കാണ്. CH2OH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ CH3 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്കാണ്, മീഥൈൽ ഗ്രൂപ്പിലേക്കാണ്. ഇവിടെ CH2OH ആണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്. അത്രയും നമുക്ക് മനസ്സിലായി. ആ 4 സബ്സ്റ്റിറ്റ്യൂവന്റും ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് നമ്മൾ നോക്കേണ്ടത് എന്താ? ഈ പറഞ്ഞിരിക്കുന്ന ഡബിളി ബോണ്ടഡ് കാർബൺ ഏത് ആറ്റത്തിലേക്കാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? ഈ കാർബൺ ഏത് ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്? ഈ കാർബണിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അത് ഫോം ചെയ്തിരിക്കുന്ന ഈ സിംഗിൾ ബോണ്ട് അത് ഈ കാർബണുമായിട്ടാണ്. CH2OHലെ കാർബണുമായിട്ടാണ് ഈ ഒരു സിംഗിൾ ബോണ്ട് വരുന്നത്. ഇനി CH3 ഗ്രൂപ്പ് കൺസിഡർ ചെയ്താൽ ദിസ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു കാർബൺ ഓഫ് ദിസ് CH3 ഗ്രൂപ്പ്. മീഥൈൽ കാർബണുമായിട്ടാണ്, ഹൈഡ്രജൻ അല്ല, ഈ കാർബണുമായിട്ടാണ് ഈ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യുന്നത്. അത് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും ബോണ്ട് ഫോം ചെയ്യുന്നത് കാർബണുമായിട്ടാണ്. എന്നാലല്ലേ കാർബണിന്റെ വാലൻസി 4 സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. 3 ഹൈഡ്രജനായി, ഇനി ഒരു വാലൻസിയും കൂടിയുണ്ട്, അതാണ് ഈ സിംഗിൾ ബോണ്ട് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി ഇവിടെയാണെങ്കിലോ CH2OH എന്നുള്ള ഗ്രൂപ്പാണല്ലേ, ആ ഗ്രൂപ്പിലെ ഏത് ആറ്റവുമായിട്ടാണ് ഈ കാർബൺ ബോണ്ട് ഫോം ചെയ്യുന്നത്? ഈ സിംഗിൾ ബോണ്ടിന്റെ എൻഡിങ് ഹൈഡ്രജൻ ആണെന്ന് വിചാരിച്ച് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനിലേക്കല്ല, അത് കാർബണിലേക്കാണ്. ഓക്കെ. ഈ ഡബിളി ബോണ്ടഡ് കാർബൺ ഈ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഈ ഗ്രൂപ്പിലെ കാർബണുമായിട്ടാണ്. എന്നാൽ മാത്രമേ കാർബണിന്റെ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. 2 വാലൻസിയാണ് ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്തത്, 1 വാലൻസി OH ഗ്രൂപ്പ് സാറ്റിസ്ഫൈ ചെയ്തു, 4ാമത്തെ വാലൻസിയാണ് ഈ കാർബണുമായിട്ടുള്ള ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്തത്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. C ഡബിൾ ബോണ്ട് C ആണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ആ C ഡബിൾ ബോണ്ട് Cയിലെ ഓരോ കാർബണും ഏത് ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഓക്കെ, ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇനി B എന്നുള്ള പോയിന്റ് പറഞ്ഞ എന്തായിരുന്നു? B എന്നുള്ള പോയിന്റ് പറഞ്ഞത് ഈ പറയുന്ന കാർബൺ, ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ അറ്റാച്ച് ചെയ്യുന്ന ആദ്യത്തെ ആറ്റം സിമിലർ ആണെങ്കിൽ സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആറ്റം സെയിം ആണെങ്കിൽ 2ാമത്തെ ആറ്റം കൺസിഡർ ചെയ്യണം. എന്നിട്ട് 2ാമത്തെ ആറ്റത്തിനാണ് when atoms directly attached to a double bond have the same atomic number, the second atoms are considered. Then priority is given to the group with second atom of higher atomic number. ആ സെക്കൻഡ് ആറ്റത്തില് ഏത് ആറ്റത്തിനാണോ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ ഉള്ളത് അവിടെയാണ് പ്രയോറിറ്റി നമ്പർ 1 വരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ല്യു ബോണ്ടഡ് കാർബണിൽ CH3 ഗ്രൂപ്പിനാണോ CH2OH ഗ്രൂപ്പിനാണോ പ്രയോറിറ്റി 1 വരിക? നമുക്ക് മനസ്സിലായി ഡബ്ല്യു ബോണ്ടഡ് കാർബണിൽ ഈ ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം അത് ഇവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും കാർബൺ ആണ്. മീൻസ് ആ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം രണ്ട് സബ്സ്റ്റിറ്റ്യൂന്റിലും സെയിം ആണ്, കാർബൺ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യണം. സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യണം. സെക്കൻഡ് ആറ്റം എങ്ങനെ കൺസിഡർ ചെയ്യും? CH3 അല്ലേ? CH3യില് ഫസ്റ്റ് ആറ്റം അറ്റാച്ച് ചെയ്തിരുന്ന ഫസ്റ്റ് ആറ്റം കാർബൺ ആണ്. സെക്കൻഡ് ആറ്റം ഏതാ? നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. ഹൈഡ്രജൻ ആണ്. അല്ലേ? ഇങ്ങനെയല്ലേ CH3 ഉണ്ടാവുക. ഇവിടെയല്ലേ നമ്മൾ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് ഇത്. ആ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് ഇത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH3 ആണ് ഇത്. ഫസ്റ്റ് ആറ്റം കാർബൺ ആണ്. സെക്കൻഡ് ആറ്റം ഏതാണ്? ഹൈഡ്രജൻ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. അതിൽ ഏതാണ് സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സെക്കൻഡ് ആറ്റം എന്ന് പറയുന്നത് 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ്. ഇത് ഫസ്റ്റ് ആറ്റം ആണ്. സെക്കൻഡ് ആറ്റം എന്ന് പറയുന്നത് 3 ഹൈഡ്രജൻ ആണ്. CH3യുടെ കേസാണെങ്കിൽ. ഇനി CH2OHന്റെ കേസിലാണെങ്കിലോ? CH2OHന്റെ കേസാണെങ്കിലോ അതെങ്ങനെയാ വരിക? ഈ കാർബൺ തന്നെ കാർബണിനോട് അറ്റാച്ച് ചെയ്യുന്നു. അതില് 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അത് ഹൈഡ്രജൻ ആണ്, ഡബിൾ ബോണ്ട് ആണെന്ന് വിചാരിക്കരുത്. പിന്നെ ഒരു OH ഗ്രൂപ്പും ഉണ്ട്. ഇങ്ങനെയല്ലേ അറ്റാച്ച്മെന്റ് വരുന്നത്? അല്ലേ? ഇങ്ങനെയാണ് CH2OH വരുന്നത്. ഡബിൾ ബോണ്ടഡ് കാർബൺ ഇത്. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ CH2OHന്റെ കാർബൺ. ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം 2 കേസിലും സിമിലർ ആണ്. 2 കേസിലും കാർബൺ ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യണം. സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്തപ്പോ ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളതെന്ന് മനസ്സിലായി. സെക്കൻഡ് ആറ്റം ആയിട്ട് അവിടെ 3 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഉള്ളത്. CH2OH കൺസിഡർ ചെയ്താലോ അവിടുത്തെ സെക്കൻഡ് ആറ്റംസ് ഏതൊക്കെയാ? ക്ലിയർ ആയില്ലേ? മൂന്ന് ഹൈഡ്രജനും ഒരു ഓക്സിജനുമോ? യെസ്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. അതാണല്ലോ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റം. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും. ഒരു ഓക്സിജനും. ക്ലിയർ ആയോ എങ്ങനെയാണ് ഈ സെക്കൻഡ് ആറ്റം കണ്ടുപിടിക്കുന്നതെന്ന്? എന്തിനാ നമ്മൾ ഇത്രയൊക്കെ ചെയ്തേ? ഈ ഡബ്ല്യു ബോണ്ടഡ് ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പിലും സെയിം ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യണം. അങ്ങനെ സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്തപ്പോഴാണ്
ഈ കാർബണിലേക്ക് 3 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. CH3യിലാണെങ്കിൽ 3 ഹൈഡ്രജൻ ആറ്റാണ് സെക്കൻഡ് ആറ്റം. CH2OH എടുത്താൽ ആ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെക്കൻഡ് ആറ്റം എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഈ ഓക്സിജൻ ഉണ്ട്. ഈ ഹൈഡ്രജൻ വരുമോ? ഇല്ല, ബിക്കോസ് ഈ ഓക്സിജനിലേക്കാണ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാർബണിലേക്ക് ഏത് ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നേ വേണ്ടു. അത് ഓക്സിജൻ ആണ്. 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്. മനസ്സിലായോ? അതോ ഞാൻ ഒന്നുകൂടി പറയണോ? ഓക്കെ, നമുക്ക് സെക്കൻഡ് ആറ്റം കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? ആ ആറ്റത്തിന്റെ മാസ് നോക്കുക. ആ ആറ്റത്തിന്റെ മാസ് ആർക്കാണോ കൂടുതൽ വരുന്നത് അയാൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്നത്. ആർക്കാണ് വരിക? 3 ഹൈഡ്രജൻ ആണോ അതോ 2 ഹൈഡ്രജൻ പ്ലസ് 1 ഓക്സിജൻ ആണോ ഹയസ്റ്റ് മാസ് വരിക? ഹയസ്റ്റ് അറ്റോമിക് നമ്പർ വരിക? നമ്പർ ഓർ മാസ്? 2 ഹൈഡ്രജനും 1 ഓക്സിജൻ. അതിനല്ലേ വരിക? യെസ്. സെക്കൻഡ് ആറ്റം ഓഫ് ഹയർ അറ്റോമിക് നമ്പർ. ഇവിടെയാണ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ വരുന്നത്. ഓക്സിജൻ ആണ് ഈ ഹൈഡ്രജനേക്കാൾ അറ്റോമിക് നമ്പർ ഹയർ ആയിട്ടുള്ളത്. അതുകൊണ്ട് പ്രയോറിറ്റി 1 എന്ന് വരുന്നത് CH2OH-നാണ്. പ്രയോറിറ്റി 2 ആണ് CH3ക്ക് വരുന്നത്. അത് മനസ്സിലായോ? പ്രയോറിറ്റി നമ്പർ 1 ആണ് CH2OH-ന് വരുന്നത്, 2 ആണ് CH3ക്ക് വരുന്നത്. ഇവിടെയാണെങ്കിലോ? ഇവിടെ ഈസി അല്ലേ? CH2OH ഉണ്ട്, ഈ കാർബൺ കൺസിഡർ ചെയ്താൽ CH2OH ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. അവിടെ ആർക്കാ ഫസ്റ്റ് പ്രയോറിറ്റി? ഈ സെക്കൻഡ്, ഈ ഡബിൾ ബോണ്ടിലെ ഈ കാർബൺ കൺസിഡർ ചെയ്താൽ ഹൈഡ്രജൻ ആണോ അതോ CH2OH എന്നുള്ള ഗ്രൂപ്പിനാണോ ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്? CH2H. ആഹാ, ഹൈഡ്രജൻ അവിടെ കണ്ടില്ല. ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാർബണിനോടല്ലേ? കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 6 അല്ലേ? ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എത്രയാ? 1 അല്ലേ? ആർക്കാ ഹയസ്റ്റ് അറ്റോമിക് നമ്പർ? കാർബൺ. അതുകൊണ്ട് അതിന് എത്രയാ പ്രയോറിറ്റി വരിക? അപ്പൊ മറ്റേനെ കൊടുക്കണ്ടല്ലേ പറഞ്ഞ പോലെ? ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തത്? സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ആറ്റം 2 കേസിലും ഒന്ന് തന്നെയായിരുന്നു, 2 കേസിലും കാർബൺ ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആറ്റം കാർബൺ ആണ്, ഇവിടെയാണെങ്കിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനോടാണ്. രണ്ടും ഡിഫറെന്റ് ആണ്. നമ്മൾ സെക്കൻഡ് ആറ്റം കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ രണ്ടും കാർബൺ ആയതുകൊണ്ടാണ് നമ്മൾ അടുത്ത ആറ്റം കൺസിഡർ ചെയ്തത്. മനസ്സിലായോ? മർസൂക്കെ? ഓക്കെ. ഈ എഴുതി വെച്ചതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലേ? സോ 1ഉം 2ഉം നമ്മൾ അസൈൻ ചെയ്യുന്നു, എന്നിട്ട് കമ്പയർ ചെയ്യുന്നു. ഹയസ്റ്റ് പ്രയോറിറ്റി എവിടെയാണ് വന്നത്? ഈ കാർബണിലാണെങ്കിൽ ഈ സൈഡിലാണ്. സോ കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഇ ആയിരിക്കും, സെഡ് ആയിരിക്കും? യെസ്. ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട് അല്ലെ? ഒന്ന് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒന്ന് റൈറ്റ് സൈഡിലാണ്. സോ ഇറ്റ് ഈസ് ആൻ ഈ കോൺഫിഗറേഷൻ. ഹോംവർക്ക് തരട്ടെ?
ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യോ? അത് ഇ ആണോ സെഡ് ആണോ? സിമ്പിൾ ആണല്ലോ. അതിപ്പോ നോക്കിയിട്ട് തന്നെ പറയാലോ ഇ ആണോ സെഡ് ആണോ. ഇത് ഏതാ വരിക? ഫസ്റ്റിലത്തേത് അർജുൻ ഇ ആണ്. സെക്കൻഡ് ആണെങ്കിലോ യെസ് സെഡ് ആണ്. ആദ്യത്തെ കോമ്പൗണ്ട് ഇ ആണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് സെഡ് ആണ്. ഈ കാർബൺ കൺസിഡർ ചെയ്താൽ CH3 ഫസ്റ്റ് പ്രയോറിറ്റി, ഹൈഡ്രജന് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. ഈ കാർബൺ കൺസിഡർ ചെയ്താൽ CH3 ഫസ്റ്റ് പ്രയോറിറ്റി, ഹൈഡ്രജന് സെക്കൻഡ് പ്രയോറിറ്റി. നോക്കുക, കമ്പയർ ചെയ്യാം. ദേ ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ? ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. സോ ഇറ്റ് ഈസ് ഈ കോൺഫിഗറേഷൻ. ഇനി ഇവിടെയാണെങ്കിലോ ഫസ്റ്റ് പ്രയോറിറ്റി CH3, ഇവിടെയും CH3. സെയിം കോമ്പൗണ്ട് ആണ്, CH3യുടെ പൊസിഷൻ അതിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്. Therefore configuration is Z. ഈ Z കോൺഫിഗറേഷൻ മനസ്സിലായല്ലോ എന്താന്ന്? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? സായുജെ എന്തുണ്ട്? ക്ലിയറാ. മനസ്സിലായോ? ഈ Z നോക്കുക കേട്ടോ. നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം.